ആരും വരൂല്ല മോളെ, ആരും തിരിഞ്ഞു നോക്കാൻ വരൂല്ല ഇവിടെ. അതായത് എല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കണം. ഇതൊക്കെ വൃത്തിയാക്കാൻ ആളില്ല. കണ്ട നോക്ക് മോള് നോക്ക്, ഇതൊക്കെ വൃത്തിയാക്കാൻ ആളുണ്ടോ? ഇല്ല. ഞങ്ങളിവിടെ ഇരിക്കുക, ആ നാറ്റം കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകണം. വൃത്തിയില്ലാത്തോണ്ട് ഒരാൾ ഈ കടച്ചവത്ത് കയറാൻ വരുന്നില്ല. കറക്റ്റായിട്ട് വെള്ളം കിട്ടുന്നില്ല, കറണ്ട് കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം പ്രശ്നം തന്നെയാണ്. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരടുത്ത് പരാതി പറയാനാണ്? ഒരാളെ ചൂണ്ടിക്കാണിച്ച ഒരു പരാതി പറയാം, ഞങ്ങൾ പരാതി പറയാം. മുന്നേ MLA പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ കേന്ദ്രത്തിൽ മോദി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടും. മേയർ കണ്ടില്ലേ എവിടെയൊക്കെ പ്രശ്നം വന്ന് ഓടി നടന്നു. ഇതേപോലത്തെ ഒരു മുഖ്യമന്ത്രി നമുക്ക് കേരളത്തിൽ വേണം. ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോൾ 1000 രൂപയായിരുന്ന പെൻഷൻ 2000 രൂപ. അവർ ആ മന്ത്രി കസേര ഇട്ടുകൊണ്ട് അവരവരുടെ വീട്ടിൽ ഇരിക്കും. അപ്പൊ അവർ പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഇതിനൊന്നിനും പറ്റിയില്ല. ഒരു ഹിന്ദു വിശ്വാസിയാണെങ്കിൽ ഇവരെ തുടർന്ന് വരാൻ അനുവദിക്കാത്ത രീതിയിൽ തന്നെ വോട്ടിന്റെ കാര്യം വരുമ്പോൾ നിശ്ചയിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. മാർക്കറ്റ് എല്ലാം മോശമായി, ഞങ്ങളുടെ ജീവിതങ്ങളെ സംബന്ധിച്ചു. ചീഫ് മിനിസ്റ്റർ, ഞാൻ അദ്ദേഹത്തിന്റെ പഴയ വീടും കണ്ടിട്ടുണ്ട്, പുതിയ വീടും കണ്ടിട്ടുണ്ട്. ഹൗ ഹി ബ്രോട്ട് അപ്പ് അറഗൻസ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ നമ്മുടെ പബ്ലിക്കിന്റെ ഇടയിൽ ഇടുന്നതിന് പറ്റത്തില്ല. 5 വർഷം കഴിഞ്ഞ് ഇവരാരും തിരിഞ്ഞു നോക്കാറ്. ഇലക്ഷന് ഒരു 6 മാസം മുമ്പേ റോഡുകളെല്ലാം ഒന്ന് ടാറിയും ഇങ്ങനെ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാണ്. ഇലക്ഷനൊക്കെ അല്ലേ, വോട്ട് ചെയ്യാൻ പോണ്ടേ? ഞാനൊന്നും പോകുന്നില്ല. ഇവന്മാരൊക്കെ മാറി പിടിച്ചിട്ട് പിടിച്ച് മാറ്റമൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് വേറെ പണിയില്ല. അങ്ങനെ പറയരുത്. ഓരോ പൗരന്റെ മൗലികാവകാശമാണ് വോട്ട് ചെയ്യാന്നുള്ളത്. എന്നും പറഞ്ഞ ഇവന്മാരെ വീണ്ടും ജയിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അത് ശരിയാ, പക്ഷെ മാറ്റം വന്നാലല്ലേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുള്ളൂ. അതിന് ജനങ്ങളുടെ പ്രശ്നം എന്താന്ന് ഇവർക്കറിയോ? ശരിക്ക് ജനങ്ങളുടെ പ്രശ്നം എന്താ? അത് ജനങ്ങളോട് തന്നെ ചോദിക്കണം. എന്നാ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ ഇനി തിരുവനന്തപുരത്ത് കാണാം. ചേട്ടാ, ഇലക്ഷൻ ഒക്കെ അല്ലേ, എന്തൊക്കെ മാറ്റം ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നത്? ഇവിടെ എല്ലാ മാറ്റവും വരണം. ആദ്യം ഫസ്റ്റില് കറക്റ്റായിട്ട് വെള്ളം കിട്ടുന്നില്ല, കറണ്ട് കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം പ്രശ്നം തന്നെയാണ്. വണ്ടി ഓട്ടയില്ല, ഓട്ടോറിക്ഷ ഓടുന്നില്ല, ഓട്ടം കുറവാ, ഒരു രക്ഷയില്ല. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഈ റോഡിന്റെ പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറഞ്ഞില്ല, അപ്പൊ ഇതിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നോ? ആരടുത്ത് പരാതി പറയാനാണ്? ഒരാളെ ചൂണ്ടിക്കാണിച്ച ഒരു പരാതി പറയാം, ഞങ്ങൾ പരാതി പറയാം. നിങ്ങൾ ഒരാളെ കാണിച്ചു തരും. ആരെ പരാതി പറയണമെന്നൊന്ന് കാണിച്ചു തന്നാൽ. ഇവിടുത്തെ മുൻ MLA പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരിതെല്ലാം കാണണല്ലേ. MLA കടകംപള്ളിയൊക്കെ നേരത്തെ ഇതിൽ പോണേയാണ് എപ്പോഴും. ഒരു രക്ഷയില്ല, ഒരു മാറ്റം വന്നില്ല. ഒരു മാറ്റവും ഇല്ല. എങ്ങനെ തന്നെ കിടക്കണം. ഒരു കേന്ദ്രത്തിൽ മോദി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടും, BJP വന്നാൽ. അല്ലാതെ ഒരു രക്ഷയില്ല. മോദി വാരി കറിഞ്ഞാൽ കേരളം രക്ഷപ്പെടും. ഇല്ലെങ്കിൽ വേറെ നല്ല മാറ്റം വരും. ഇല്ലെങ്കിൽ ഇത് തന്നെ വേണം. കോർപ്പറേഷനിലൊക്കെ കയറിയല്ലോ. കോർപ്പറേഷൻ കയറി. അത് കണ്ടില്ലേ, മേയർ കണ്ടില്ലേ എവിടെയൊക്കെ പ്രശ്നം വന്ന് ഓടി നടന്ന്. എന്തെങ്കിലും പ്രശ്നം, ആറ്റോ കോല് തന്നെ പാർക്കിങ് കൊന്നുമല്ല വാങ്ങിച്ചത്, അത് എല്ലാം ശരിയാക്കി ലെവലാക്കിയില്ലേ. ഇതേപോലത്തെ ആൾക്കാർ വേണം നമുക്ക്. ഇതേപോലത്തെ ഒരു മുഖ്യമന്ത്രി നമുക്ക് കേരളത്തിൽ വേണം. ഓടി നടന്ന എല്ലാ കാര്യവും പരിഹരിക്കാനുള്ള ഒരു മുഖ്യമന്ത്രി വേണം. നമ്മൾ പച്ച കമ്മ്യൂണിസ്റ്റുകാർ മോളെ, നമ്മൾ പച്ച കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോൾ 2000 രൂപയായിരുന്ന 1000 രൂപയായിരുന്ന പെൻഷൻ 2000 രൂപയാക്കി. അതിനുശേഷം ഇപ്പൊ ഇനി 500 രൂപ കൂടാൻ 2500 രൂപയാക്കി. ഒരാഴ്ചത്തേക്ക് എണ്ണ സോപ്പ് വാങ്ങിക്കാൻ പോലും തികയില്ല ഈ 2500. അവർ ആ മന്ത്രി കസേര ഇട്ടുകൊണ്ട് അവരവരുടെ വീട്ടിൽ ഇരിക്കും. പാവപ്പെട്ട പ്രജകളാണ് അവരുടെ പേരും ചൊല്ലി ഇവിടെ കിടന്ന് രക്തചൊരിച്ചിലുണ്ടാവുന്നത്. അപ്പൊ അമ്മയുടെ ആനുകൂല്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആരോടെങ്കിലും സമീപിച്ചിട്ടുണ്ടാവില്ല അധികാരികളൊക്കെ? അപ്പൊ അവരുടെയൊക്കെ സമീപനം എങ്ങനെയായിരുന്നു? അപ്പൊ അവര് പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഇതിനൊന്നിനും പറ്റിയില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിപ്പോയി. അപ്പൊ ആരെന്ത് പറഞ്ഞാൽ എനിക്ക് എന്ത്? എന്നെപ്പോ ഞാൻ പറഞ്ഞു എന്നെ കൊന്നു കളയണമോ നിങ്ങൾക്ക്? കൊല്ല്. ആരും വരൂല്ല മോളെ, ആരും തിരിഞ്ഞു നോക്കാൻ വരൂല്ല ഇവിടെ. അതായത് എല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കണം. ഇതൊക്കെ വൃത്തിയാക്കാൻ ആളില്ല. കണ്ട നോക്ക് മോള് നോക്ക്, ഇതൊക്കെ വൃത്തിയാക്കാൻ ആളുണ്ടോ? ഇല്ല. ഞങ്ങളിവിടെ ഇരിക്കുക, ആ നാറ്റം കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകണം. പല രോഗം വരുന്നു മക്കൾക്ക്. വൃത്തിയില്ലാത്തതുകൊണ്ട് ഒരാൾ ഈ കടച്ചവത്ത് കയറാൻ വരുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യും? ഞങ്ങളിത് ഈ മീനെ കൊന്നിച്ചുകൊണ്ട് നോക്കിയിരിക്കും. മാർക്കറ്റ് എല്ലാം മോശമായി, ഞങ്ങളുടെ ജീവിതങ്ങളെ സംബന്ധിച്ചു. ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നമുണ്ട്, ഇനിയുമുണ്ട്. അപ്പൊ അത് മാറ്റം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഭരണകക്ഷിയുടെ വരണം. മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വേണം. ഞാനൊരു കാര്യം പറയാം. അവർ ചീഫ് മിനിസ്റ്റർ ഇസ് വെരി ഏബിൾ ആൻഡ് സ്ട്രോങ് ആൻഡ് അറഗൻസ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇടുന്നതിന് പറ്റത്തില്ല. ബിക്കോസ് ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ വീടും കണ്ടിട്ടുണ്ട്, പുതിയ വീടും കണ്ടിട്ടുണ്ട്. ഹൗ ഹി ബ്രോട്ട് അപ്പ് എങ്ങനെയാണ് ഇവിടെ ഇതിൽ വന്നതെന്നുള്ളത്. ചേട്ടാ, ജനാധിപത്യ രാജ്യത്തിൽ അറഗൻസ് പാടുണ്ടോ? പാടില്ല, ഒരിക്കലും പാടില്ല. ബിക്കോസ് ഞാനും ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്ന് ബ്രോട്ടപ്പ് ചെയ്ത് വന്നതാണ്. പക്ഷെ ആ സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ദിസ് ഈസ് ടു മച്ച്.
10 കൊല്ലമായിട്ട് ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല. പിന്നെ രാജഗോപാലേട്ടൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ അവരെ മുഴുവിപ്പിക്കുന്നതല്ലാതെ അവരൊരു വികസനമായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നിയമമണ്ഡലത്തിൽ വികസന മുരടിപ്പാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാനുണ്ട്. നമ്മൾ മുടമോൾ പാലമൊക്കെ പകുതിയാക്കിയിട്ടിട്ട് അവർ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണേണ്ടി വന്നത്. അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് വികസനങ്ങൾ ഇനിയും ഇവിടെ ചെയ്യാനുണ്ട്. അത് രാജീവേട്ടൻ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുമെന്നാണ് നമ്മൾ തോന്നുന്നത്. ഇലക്ഷൻ അടുക്കാറാവുമ്പോഴാണ് ഇവർ എന്തെങ്കിലുമൊക്കെ ചെറുത് ചെയ്തു കാട്ടിക്കൂട്ടുന്നത്. അതായത് ഇപ്പം ഇലക്ഷൻ 2 ആഴ്ച മുന്നേ അവർ ഏകദേശം ഒരു ഡേറ്റ് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇലക്ഷൻ 2 ആഴ്ചയ്ക്ക് മുന്നേ അവർ ഓടി നടന്ന് ചുമ്മാ ഉദ്ഘാടനങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണാൻ പറ്റിയത് കേരളത്തിലൊട്ടാകെ. ഞങ്ങളെല്ലാം സഹകളാണ് എല്ലാം വോട്ട് കൊടുക്കുന്നത് അല്ലേ. ഇതൊരു കൗൺസിൽ എന്ന് പറഞ്ഞ ആൾ ഒറ്റ ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ വേറൊരാളുണ്ടായിരുന്നു, മൊത്തം ആൾക്കാരുണ്ട്. ഇതിപ്പോൾ തന്നെ ഒരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് ആൾ ജയിച്ചു. അവിടെ മൊത്തം അങ്ങോട്ട് നടക്കാൻ വയ്യ, മൊത്തം കുഴപ്പമാണ്. ഇതണ്ട ഇവിടെ നടക്കുമ്പോൾ ഇതണ്ട മൊത്തം കിടക്കണം. ഇവിടെ ഒന്നും നോക്കുന്നില്ല, ആരും നോക്കുന്നില്ല. ഇതാണ് സംഭവം. പരാതിപ്പെടാൻ ആരും തിരിഞ്ഞു നോക്കാനില്ല, ആരും വരൂല. അവർ വന്ന് തിരിഞ്ഞു നോക്കൂല, അതാണ് കുഴപ്പം. നിയമം പ്രദേശത്ത് ഡ്രെയിനേജ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ഉണ്ട്. ബാക്കിയുള്ള യാത്രാ സൗകര്യങ്ങളും കുറച്ച് കുറവുണ്ട്. അങ്ങനെ റോഡിൻ്റെ കുറച്ച് പരിഹരിക്കാനുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു മുൻപന്തിയിൽ നമ്മുടെ ഈ പ്രദേശം ഒരു നല്ല ഏരിയയാണ്. അതിന് ഡെവലപ്മെൻറ്റ് കുറവാണ്. അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ എല്ലാം വേണം. ഇതൊക്കെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളല്ലേ. അപ്പം ഈ ആവശ്യങ്ങളൊന്നും നടത്തി തരാതെ ഒരു MLA കഴിഞ്ഞ നിയമസഭയിൽ ജയിച്ചു പോയി, ഇപ്പോൾ അടുത്ത തവണ നിൽക്കുന്നു. അപ്പോൾ എന്താണ് വ്യത്യാസം? അതിനിപ്പോൾ റിസൾട്ട് വരുമ്പോഴല്ലേ അവർക്ക് അത് അറിയാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അതിനുള്ളതായിട്ടുള്ള പരാജയം തന്നെ അവർക്കുണ്ടാവും. ഇപ്പോൾ ചന്ദ്രശേഖർ ജയിക്കാൻ വേണ്ടി ഇവിടെയുള്ള ആളുകൾ കംപ്ലീറ്റ് ഉള്ള ശ്രമങ്ങളുണ്ട്. അത് വിജയിക്കുകയും ചെയ്യും, പൂർണ്ണമായിട്ട് വിജയിക്കും. പറയണ കാര്യം ചെയ്യുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം എല്ലാ പേരുടെയും വാക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന് ഒരു വലിയ വിജയിച്ചതായിട്ട് തന്നെ കൂട്ടും. ചന്ദ്രശേഖർജിയുടെ വിജയം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയെ മൊത്തത്തിൽ നല്ല മാറ്റത്തിലേക്ക് കൊണ്ടുവരില്ലേ? തിരുവനന്തപുരം മാത്രമല്ല, മൊത്തത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ മന്ത്രിയായിരുന്ന ആളല്ലേ. മൊത്തത്തിൽ ഭാരതത്തിന് നേട്ടം വരും ഇദ്ദേഹം ജയിച്ചു വന്നാൽ. അങ്ങനെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ വരും. എല്ലാവരുടെയും വിനയത്തോടെ പെരുമാറുന്നുണ്ട്, ആരുടെയും ദേഷ്യം കാണിക്കാറില്ല, വിനയമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നല്ലതായിട്ട് വരും. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏകദേശം 10 വർഷത്തോളം കാലമായി വലിയ വികസന പ്രവർത്തനം നടന്നില്ലെന്ന് വേണം വിലയിരുത്തേണ്ടത്. നിസ്സാരം നമ്മുടെ ഈ പാപ്പനോട് പ്രദേശത്ത് ഈ അടുത്തുള്ള വിശ്വംബര റോഡ് തന്നെ ഞാൻ റെസിഡൻസിൻ്റെ പ്രസിഡൻ്റാണ്, ക്ഷേത്രത്തിൻ്റെ ദേവസ്വം സെക്രട്ടറിയാണ്. ഈ കാലയളവിലെല്ലാം നമ്മളെ വിളിച്ച് പല ഒരു ചീറ്റിംഗ് പോലെ പല കമ്മിറ്റികൾ നടത്തിയെങ്കിലും അത് വികസിപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. നിസ്സാരം വിശ്വംബര റോഡ് പോലും. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ മറ്റ് നിരവധി കാര്യങ്ങൾ കോർപ്പറേഷനെ പരിചാരിച്ചുകൊണ്ട് പലതും ഇവർ നടത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു നിയമസഭാ ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ അവഗണന, ഹിന്ദുത്വത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരു ഹിന്ദു വിശ്വാസിയാണെങ്കിൽ ഇവരെ തുടർന്ന് വരാൻ അനുവദിക്കാത്ത രീതിയിൽ തന്നെ വോട്ടിൻ്റെ കാര്യം വരുമ്പം നിശ്ചയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഹിന്ദുത്വത്തെ ഇത്ര അടിച്ചമർത്തി, അതായത് ശബരിമല കൊള്ളയായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നടക്കുന്ന മറ്റ് കാര്യങ്ങളായാലും അതുപോലെ പല ഇപ്പോൾ നിലവിലുള്ള പല ലൈവായിട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലും ഹിന്ദുത്വത്തെ അടിച്ചമർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ അഘോരി സ്വാമികളുടെ ഇത് വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇത് മറ്റ് മതക്കാരെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? കേരളത്തിൻ്റെ സ്ഥിതി കേരളം കത്തത്തില്ലേ? അപ്പം ഹിന്ദു സമൂഹം ഇത് വിലയിരുത്തി വേണം വോട്ട് ചെയ്യാൻ. മറ്റ് ഇപ്പം നമ്മുടെ കോർപ്പറേഷനെ പറഞ്ഞുകൊണ്ടിരുന്നു, കോർപ്പറേഷനിൽ ഇപ്പോൾ ഭരണം വന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിയമസഭയിലും നമ്മളൊരു ഹിന്ദുക്കൾക്ക് മുൻഗണനയുള്ളൊരു പ്രസ്ഥാനത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം തന്നെ വരേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേഷനിൽ വന്ന മാറ്റം അത് തന്നെ നിയമസഭാ ഇലക്ഷനിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒരുപാട് രീതിയിൽ പരിഹരിക്കപ്പെടില്ലേ? തീർച്ചയായും. കാര്യം പ്രധാനമായിട്ടും ഹിന്ദു അവഗണനയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് വികസനം ഇവരിപ്പം ഇപ്പം മാറി വന്ന 2 സർക്കാരുകളായാലും നോക്കുന്നത് വോട്ട് ബാങ്ക് അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത്.
എന്നാൽ ഇപ്പോൾ കോർപ്പറേഷൻ നമ്മൾ ഇപ്പം ഈ ഇത്രയും തുച്ഛമായ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും അവരെ പ്രവർത്തനം കാണുമ്പോൾ മനസ്സിലാവും ആരെയും മാറ്റി നിർത്തിയല്ല, എല്ലാവരെയും ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങളെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു ഗവൺമെൻറ് തന്നെയാണ് ഇവിടെ വരേണ്ടത്. അത് മൂന്നാമത് ഒരു ഗവൺമെൻറ്റായിട്ട് തന്നെ വരണം. ഇതുവരെ ഭരിച്ചിരുന്ന ഗവൺമെൻറ്റിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു തലത്തിലുള്ള ഗവൺമെൻറ് തന്നെ വരേണ്ടതിൻ്റെ അത്യാവശ്യം ഇപ്പോൾ ഏറി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ യാത്ര ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പം തിരുവനന്തപുരം വരെ ഒരു ആൾക്ക് എത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്, ബാലരാമപുരവും പാപ്പനംകോടും കൈമനവും കരമനയെല്ലാം കവിഞ്ഞ് പോകുന്നതിന് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം അതൊരു ഇന്ന് റോഡ് വീതി കൂട്ടി ഹൈവേ ആക്കിയെങ്കിൽ പോലും യാത്രാക്ലേശം ഭയങ്കരമായ ഒരു ക്ലേശം തന്നെയാണ്. അതിന് പരിഹാരം എന്ന നിലയിൽ തിരുവനന്തപുരത്ത് മെട്രോ ആവശ്യമാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര മുതൽ ആറ്റിങ്ങൽ വരെ നീളുന്ന ഒരു മെട്രോ നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യമാണ്. യാത്രാക്ലേശം പരിഹരിക്കപ്പെടേണ്ടത് ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത് നമുക്ക് അത്യാവശ്യം. ചേട്ടാ, ഇത് അധികാരികളോട് എപ്പോഴെങ്കിലും ഇത് സൂചിപ്പിച്ചിരുന്നോ? യാത്രാക്ലേശം പരിഹരിക്കാനാണല്ലോ ഏറ്റവും കൂടുതൽ പാപ്പനംകോട് പോലുള്ള സ്ഥലങ്ങളൊക്കെ വീതി കൂട്ടിക്കൊണ്ടും തിരുവനന്തപുരത്ത് കരമന മുതൽ വീതി കൂട്ടി ബാലരാമപുരം വരെ കൊടിമുക്ക് വരെ പോയിട്ടുണ്ട്. പക്ഷേ അത് അങ്ങോട്ടുള്ള വീതി നടന്നിട്ടുമില്ല. പക്ഷേ ഇന്ന് യാത്രാക്ലേശം പൂർണ്ണമായിട്ടും ഇന്നും പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡുകൾ ഇരുവശങ്ങളിലും ചേർന്നുള്ള കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കച്ചവടങ്ങൾ കൂടുതൽ ആൾക്കാർ കൊണ്ടുവച്ച് കച്ചവടം ചെയ്തു. തട്ടുകടകൾ പോലുള്ള കടകളുടെ കടന്നുകയറ്റം, ഇതെല്ലാം ഇന്നൊരു യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ സമയം. അതിന് പരിഹാരം ഉണ്ടാവേണ്ട ആവശ്യമാണ്. ചേട്ടൻ്റെ മണ്ഡലം ഏതാ? നിയമമണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭയിൽ ഇവിടുത്തെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചതാരായിരുന്നു? ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയായിരുന്നു ഇവിടുത്തെ. അദ്ദേഹം ഇതിന് പരിഹാരമൊന്നും കണ്ടില്ലായിരുന്നോ? അവർക്കാർക്കും ഇതൊന്നും കാണാനുള്ള സമയമുണ്ടല്ലോ. അവരെല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയാണ് എന്നുള്ളതാണല്ലോ നോക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ അടുക്കുന്ന സമയങ്ങളിൽ കുറച്ച് റോഡുകൾ ടാർ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഇവരാരും തിരിഞ്ഞു നോക്കാറില്ല. ഇലക്ഷന് ഒരു 6 മാസം മുമ്പേ റോഡുകളെല്ലാം ഒന്ന് ടാർ ചെയ്യും, ഇങ്ങനെ ആൾക്കാരെ കയ്യിൽ ടണൽ പൊടിയിടാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ വഴിയാ നടക്കട്ടെ. അല്ല, ഇവിടെ തന്നെ നിന്നാ മതിയോ? അടുത്ത ജില്ല പിടിക്കണ്ടേ? ഓക്കെ, അപ്പൊ അടുത്ത ജില്ലയിലെ ജനങ്ങളുടെ പ്രശ്നമായി വീണ്ടും കാണാം.